ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണാറുണ്ടോ? ഇനി പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങൾ ചെറുതായിട്ടൊരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. നമ്മുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള പാർക്കാണ് കേട്ടോ. സോ അപ്പോൾ ഈ പാർക്കിൽ നല്ല മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. ഒരു മിനിറ്റ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ കേട്ടോ, എൻ്റെ ഈ ചാനലില് ഞാനും എൻ്റെ മോനും കൂടി ചേർന്ന് ചെയ്യുന്ന വീഡിയോസ് ആണ്. സോ ഒരു അമ്മയും മോനും കൂടി ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞങ്ങളെ. നമ്മുടെ ചാനലിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ബഹ്റിനിലെ ഓരോ ഓർമ്മകളും ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഇത് സൽമാനിയയിലുള്ള വാട്ടർ ഗാർഡൻ ആണ്. ഈ മരുഭൂമിക്കുള്ളിൽ ഇതുപോലുള്ള പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പാലപ്പൂവാണ് കേട്ടോ. ഇവിടെ പാർക്കുകളിലൊക്കെ ധാരാളം പാലമരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നാട്ടിലായിരുന്നെങ്കിൽ ഈ പൂവൊന്ന് മണത്തു നോക്കാനായിട്ട് പേടിക്കുമായിരുന്നു. യക്ഷിക്കഥകളിലെ പ്രധാന വില്ലനായിരുന്നല്ലോ ഈ പാലമരം. നോക്കൂ, എന്ത് ഭംഗിയാണ് ആ ഈന്തപ്പനകൾ കാണാൻ. അതിന് തൊട്ട് താഴെ നിൽക്കുന്നത് ചെത്തിച്ചെടികളാണ് കേട്ടോ. മനോഹരമായ ചുവന്ന നിറത്തിലുള്ള ചെത്തിപ്പൂക്കളും അതുമ്മ പൂത്ത് നിൽക്കുന്നുണ്ട്. ഈ ഓണക്കാലത്ത് ഈ പൂക്കളും പച്ചപ്പും ഒക്കെ കാണുമ്പോൾ നാട്ടിലെത്തിയ ഒരു പ്രതീതിയാണ്. ഇനിയും ഈ പാർക്ക് കാണാത്ത ബഹ്റിൻ പ്രവാസികൾ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് കണ്ടോളോട്ടാ. ഇവിടേക്ക് എൻട്രി ഫീസ് ആയിട്ട് ചെറിയൊരു തുക മേടിക്കുന്നുണ്ട്. 300 ഫിൽസ് ആണ്. ഈ കാണുന്നത് ഈ പാർക്കിലെ മെയിൻ ഹൈലൈറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു തടാകം, തടാകത്തിന് നടുവിലായിട്ട് ചെറിയൊരു ദ്വീപ്, ആ ദ്വീപിൽ നിറയെ അരയന്നങ്ങള്. നോക്കൂ, എന്ത് രസകരമായിട്ടാണ് ഈ അരയന്നങ്ങള് വെള്ളത്തിൽ നീന്തി തുടിക്കുന്നത്. അവയുടെ കാൽപാദങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു ഫാമിലി ആണെന്ന് തോന്നുന്നു കേട്ടോ. അച്ഛനും അമ്മയും കുട്ടികളും ഒക്കെ ഉണ്ട്. അരയന്നങ്ങൾ മാത്രമല്ല കേട്ടോ, അവിടെ ധാരാളം വലിയ വലിയ മീനുകളും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇത് ഈ തടാകത്തിന് മുകളിലായി ഒരു ബാൽക്കണി പോലെ കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ പാർക്കിന്റെ മൊത്തം വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ധാരാളം ഇണക്കുരുവികൾ ഇവിടെ ഇരുന്ന് സല്ലപിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞിക്കുരുവീനെയും കാത്ത് ഇവിടെ ഇരിക്കുകയാണ്. മോൻ അവിടെ സൈക്കിൾ ചവിട്ടാണ് കേട്ടോ. ഇനി കുട്ടികൾക്ക് വേണ്ടി മനോഹരമായി വളരെ സേഫ്റ്റിയോട് കൂടി തയ്യാറാക്കിയ ഒരു പാർക്കാണ്. കുട്ടികൾക്ക് കളിക്കാനായി ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റൈഡുകളും കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല.
അവിടെ കണ്ട ഒരു ഈന്തപ്പനയുടെ തടി ഞാനൊന്ന് അടുത്ത് ചെന്ന് തൊട്ട് നോക്കുകയാണ്. ഭയങ്കര എന്താ പറയാ, തെങ്ങിന്റെ തടി തൊടുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. ഇത് പാർക്കിന്റെ പുറത്തുള്ള കാഴ്ചയാണ്. ഇവിടെയും ആൾക്കാർക്ക് നടക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വന്ന് എക്സസൈസ് ചെയ്യാനായിട്ട് ഫീസ് കൊടുക്കണ്ട. ഇപ്പൊ നിങ്ങളൊരു നീലവണ്ടി കണ്ടില്ലേ, അത് സ്കൂട്ടറാണ്, അത് ഫ്യൂഷൻ. വിജനമായ റോഡ്, ആരുമില്ല കേട്ടോ, വണ്ടികളൊന്നുമില്ല, സുഖമായിട്ട് നടക്കാം. ഇന്നത്തെ ഈ പാർക്കിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ മുഴുവനായി കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.